നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസ്സോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം തിരുവചനം. അധ്വാനത്തിൻ്റെ വിലയറിഞ്ഞ അമ്മ. നോക്കിയാലോ, മകനെ പരസ്യജീവിതത്തിന് പറഞ്ഞു വിടുമ്പോൾ അമ്മയുടെ മനസ്സിൽ നിറഞ്ഞ ഭാവം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാത്രിയുടെ ഏകാന്തതയും പകൽ പറക്കുന്ന അസ്ത്രവുമെല്ലാം മേനിയിൽ തൊടാതിരിക്കാൻ ഒരു മകൻ അരികിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് ചിന്തിക്കാത്ത ഏതമ്മയാണ് ലോകത്തിലുള്ളത്? പക്ഷേ അമ്മ അത്തരം കാര്യങ്ങളിലൊന്നും ചിന്തിക്കുന്ന സ്വാർത്ഥമതിയായ സ്ത്രീ അല്ലായിരുന്നു. മകൻ അധ്വാനിച്ച് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യണം എന്ന് ചിന്തിച്ചാണ് അമ്മ മകനെ പറഞ്ഞുവിടുന്നത്. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്നു തന്നെയാണ് അമ്മയുടെ ജീവിത നിയമവും. ബാലനായ ഈശോ മാതാപിതാക്കളെ സഹായിച്ചു എന്നതിനർത്ഥം പിതാവിനെ ഒപ്പം തൊഴിൽശാലയിൽ അധ്വാനിച്ചു എന്നുകൂടെ വായിച്ചെടുക്കാം. തച്ചൻ്റെ മകന് തച്ചപ്പണി നല്ലതുപോലെ വശമായിരുന്നു എന്നാണ് പാരമ്പര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പനെ സഹായിക്കുന്ന മിശിഹായുടെ സുന്ദര ചിത്രങ്ങൾ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന മെൽ ഗിബ്സൺ ചിത്രത്തിൽ മിന്നിമറിയുന്നുണ്ട്. അധ്വാനിക്കാൻ മടിക്കുന്നവരാണ് ഇന്ന് അധികവും. വിയർപ്പിൻ്റെ അസുഖമുള്ളവർ മറിയത്തെ ധ്യാനിക്കട്ടെ. നിറവയറുള്ള അമ്മ കാലിത്തൊഴുത്ത് വൃത്തിയാക്കിയാണ് പ്രസവിച്ചതെന്ന് മറക്കരുത്. നമുക്ക് നമ്മുടെ വീടും ചുറ്റുപാടുമൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ? അധ്വാനത്തിൻ്റെ വിലയറിഞ്ഞ അമ്മയെപ്പോലെ നമുക്കും അധ്വാനത്തിൻ്റെ വില അറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനം അനുസരിച്ച് ജീവിക്കുക, വചനത്തിൽ വിശ്വസിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.